നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ ബി.ജെ.പിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് പൊതുസമൂഹത്തിനും പാർട്ടി നേതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതികരണമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അണ്ണാമലൈയെ ശക്തമായി വിമർശിച്ച് മുൻ തെലങ്കാന ഗവർണറും ബി.ജെ.പി. നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനെ പരസ്യമായി ശാസിക്കുകയാണ് അമിത്ഷാ ഇപ്പോൾ ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ നടന്ന സംഭവമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ വിരുദ്ധരായ ബി.ജെ.പി. നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത്. അമിത്ഷായും വെങ്കയ്യ നായിഡുവും സംസാരിച്ചുകൊണ്ടിരിക്കെ ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന തമിഴിസൈ കൈകൂപ്പി അമിത്ഷായെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്തിരുന്ന JP നദ്ദയെയും നിതിൻ ഗഡ്കരിയെയും അഭിവാദ്യം ചെയ്തു. ഈ സമയത്താണ് അമിത്ഷാ തമിഴിസൈയെ അടുത്തേക്ക് വിളിച്ചത്. വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ സംസാരം. ശകാരിക്കുന്നെന്ന് വ്യക്തമാക്കുന്ന മുഖഭാവങ്ങളാണ് അമിത്ഷായുടെ മുഖത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് പുറത്തു വന്നത്. ഇതോടെ വീണ്ടും ഗവർണർ പദവിയോ ബി.ജെ.പിയിൽ ഉന്നത സ്ഥാനമോ ആഗ്രഹിക്കുന്ന തമിഴിസൈ സൗന്ദരരാജന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തിരിശങ്കുവിലായിരിക്കുകയാണ്. അണ്ണാ-DMKയുമായി സഖ്യം വേർപിരിഞ്ഞ ശേഷം മറ്റ് ചെറുകക്ഷികളെ ഒപ്പം നിർത്തി മത്സരിച്ച ബി.ജെ.പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അണ്ണാമലൈയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രധാനമന്ത്രി പരിഗണിച്ചെങ്കിലും തനിക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് താല്പര്യമെന്ന് അണ്ണാമലൈ അറിയിച്ചിരുന്നു. അതായത് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ സീറ്റുകൾ നേടിക്കൊടുത്തിട്ട് മാത്രമേ മന്ത്രി പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് അണ്ണാമലൈയുടെ നിലപാട്. ഇങ്ങനെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടു പോകുന്ന അണ്ണാമലൈക്കെതിരെ ഒരു നീക്കം വച്ച് പൊറപ്പിക്കില്ലെന്നാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആ സന്ദേശം തന്നെയാണ് അമിത്ഷാ ഇപ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ ഏതൊരു പൗരനും കൊതിക്കുന്ന IPS പദവി ഉപേക്ഷിച്ചാണ് അണ്ണാമലൈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. തമിഴ്നാട് സ്വദേശിയായിരുന്നെങ്കിലും കർണാടക കേഡറിലായിരുന്നു നിയമനം. SP ആയിരിക്കെ അണ്ണാമലൈ സ്വീകരിച്ച കടുത്ത നടപടികൾ ഹീറോ പരിവേഷമാണ് ജനങ്ങൾക്കിടയിൽ കിട്ടിയത്. അദ്ദേഹത്തെ സർക്കാർ സ്ഥലം മാറ്റിയതിനെതിരെ ഹർത്താൽ നടത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഉടുപ്പിയിൽ നിന്ന് ചിക്കമംഗളൂരിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ആളുകൾ കരഞ്ഞുകൊണ്ടാണ് തെരുവിലിറങ്ങിയത്. കലാപങ്ങൾ അടിച്ചമർത്തിയതിലൂടെ വീരപരിവേഷവും അദ്ദേഹത്തിന് ലഭിച്ചു. കർണാടകയിലെ ബലാത്സംഗ കേസുകളും മതകലാപങ്ങളും തടയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നിരവധി പുരസ്കാരങ്ങളും അണ്ണാമലൈയെ തേടിയെത്തിയിട്ടുണ്ട്. അതായത് പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി സിനിമയിൽ ചെയ്ത് കയ്യടി നേടിയ പലതും യഥാർത്ഥ പോലീസ് ജീവിതത്തിൽ നടപ്പിലാക്കിയ IPS ഓഫീസറായിരുന്നു അണ്ണാമലൈ. കടുത്ത നിലപാടുകളും നടപടികളും സ്വീകരിക്കുന്ന ആ പഴയ പോലീസ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും അണ്ണാമലൈ പിന്തുടരുന്നത്. 60 വയസ്സ് വരെ IPS പദവിയിൽ തുടരാമായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലിറങ്ങാൻ അണ്ണാമലൈയെ തീരുമാനിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സുഹൃത്തുക്കൾ വരെ അത് പാടില്ല എന്ന് നിർദ്ദേശിച്ചെങ്കിലും അണ്ണാമലൈ വഴങ്ങിയിരുന്നില്ല. സർവീസിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി, CBI ഡയറക്ടർ, IB ഡയറക്ടർ തുടങ്ങിയ ഉന്നത പദവിയിലെത്താൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയ ഭാഗ്യപരിവേഷണത്തിനായി തിരഞ്ഞെടുത്ത അണ്ണാമലൈയുടെ നടപടിയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും DMKയുടെ മുൻ മേയർ ഗണപതി രാജ്കുമാറിനോട് 1,18,068 വോട്ടുകൾക്കാണ് അണ്ണാമലൈ പരാജയപ്പെട്ടത്. സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഉടനീളം അണ്ണാമലൈ നടത്തിയ പദയാത്ര വോട്ട് ശതമാനത്തിലെ വർധനവും ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പാണ് വർദ്ധിച്ചിരിക്കുന്നത്. സ്റ്റാലിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചും DMKക്കെതിരെ മുഖ്യ പ്രതിപക്ഷമായ ഭാവിയിൽ വളരാൻ പോലും കെൽപ്പുള്ള പാർട്ടിയാണ് ബി.ജെ.പി. എന്ന തോന്നലുണ്ടാക്കാൻ അണ്ണാമലൈക്ക് സാധിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അണ്ണാമലൈയുടെ ഇനിയുള്ള ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സൂപ്പർ താരം ദളപതി വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ്. ദളപതിയുടെ തമിഴ്നാട് വെട്രിക്കഴകം എന്ന പാർട്ടി DMKയുടെ വോട്ട് ബാങ്ക് വൻതോതിൽ ചോർത്തിക്കളയുമ്പോൾ അതിനിടയിൽ കൂടി ബി.ജെ.പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അണ്ണാമലൈയുടെ കണക്കുകൂട്ടലുകൾ.